അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പോസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു നോൺ ബേക്കിംഗ് ബിസ്ക്കറ്റ് കേക്ക്. ഓക്കെ, അപ്പോൾ നോൺ ബേക്കിംഗ് ബിസ്ക്കറ്റ് കേക്ക് അത് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ നാളെ അപ്പൂസിന് കൊടുത്തു വിടാൻ വേണ്ടിയാണ്, സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പിള്ളേർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണേലും നമ്മുടെ വീഡിയോസ് കാണുക, നമ്മളെങ്ങനെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ന്യൂട്രെല്ല അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, ഫ്രഷ് മിൽക്ക് വേണം, അതേപോലെ ഷുഗർ പൗഡർ വേണം, കൊക്കോ പൗഡർ വേണം, അതുപോലെ ബിസ്ക്കറ്റ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഇത് തിക്ക് ക്രീം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കേണ്ടത് അതുപോലെ ഇതിപ്പം ഞാൻ അപ്പൂസിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് പകുതി ചെയ്ത് കൊടുത്തു വിടാമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറേ മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ പാത്രങ്ങളും, പിന്നെ അതേപോലെ തന്നെ ഈ സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്ന താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു ലെയറിൽ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട്, കാണാമോ? അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഇതിൻ്റെ അകത്തോട്ട് മുക്കി ഇതിൻ്റെ അകത്തോട്ട് ലെയർ പോലെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാണിക്കാം. ഇതിങ്ങനെ മുക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കാരണം ഇതൊന്ന് ജസ്റ്റ് നമ്മൾ കേക്ക് ഈസി ആയിട്ട് നമുക്ക് സ്പൂണിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പാല് മുക്കി വെക്കുന്നത്, പിന്നെ പാല് മുക്കിയ ഇതെടുക്കുക. അപ്പോൾ ഇത് നല്ലതായിട്ട് കുതിരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കട്ട് ചെയ്ത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് കറക്റ്റ് പോർഷൻ വരാത്ത സ്ഥലത്തൊക്കെ നമുക്കത് കട്ട് ചെയ്യണം, ബിസ്ക്കറ്റ് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ അടുക്കി വെക്കുക, ലെയർ ഇങ്ങനെ മുക്കി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ലെയർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ക്രീം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രീം നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ക്രീം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലെയർ കൊടുക്കാം, ക്രീം കൊടുക്കാം. ഒരു ലെയർ ക്രീം നമ്മൾ ചെയ്തു. ഇനിയും അതേപോലെ തന്നെ സെയിം ബിസ്ക്കറ്റ് ഒന്നുകൂടെ നമ്മൾ ഒരു ലെയർ ചെയ്യാൻ പോകാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഒരു ലെയർ വരുവാണ്, അതാണ് ഈ നമ്മുടെ ന്യൂട്രെല്ലയുടെ മണ്ടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ക്രീം യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ നോക്കട്ടെ, ഏതായാലും വെച്ച് നോക്കട്ടെ ആദ്യം. അപ്പം ന്യൂട്രെല്ല ഇനിയും ഇടുവാണ്, പക്ഷെ ന്യൂട്രെല്ല ഭയങ്കര തിക്കാണ്. അടുത്ത ലെയർ നമ്മൾ ഇത് ചെയ്തു. ന്യൂട്രെല്ല ആണെങ്കിൽ നമ്മൾ ലെയർ ചെയ്ത് വെച്ചു നല്ല ഭംഗിയായിട്ട്. ഇനി നമുക്ക് സ്പേസ് ഇത്രയും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു ലെയർ ബിസ്ക്കറ്റോട് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ക്രീം തേച്ച് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോക്കോ പൗഡർ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഒരു ലെയറും കൂടെ മറ്റേ ബിസ്ക്കറ്റ് വെക്കുവാണ്. വെച്ചിട്ട് നമുക്ക് ക്രീമും തേച്ച് നമുക്ക് ചോക്കോ പൗഡർ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണാം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ ക്രീം ലെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ക്രീം സ്വീറ്റൻഡ് ക്രീം അല്ല, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പഞ്ചസാര പൊടിച്ചത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കാണ് ഈ ക്രീം. അപ്പോൾ ഇച്ചിരി എന്താ പറയുന്നത് സ്വീറ്റ് കിട്ടും. അപ്പം ഞാൻ എന്തായാലും ഇത് ലാസ്റ്റ് ലെയർ ഒന്ന് ഇത് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ കാണാം, നമ്മൾ സ്പ്രെഡ് ചെയ്യാണ്. ചോക്കോ പൗഡർ അല്ലെങ്കിൽ നമ്മൾ കോഫി പൗഡർ സ്പ്രെഡ് ചെയ്യാം. പക്ഷെ അതിൻ്റെ അകത്ത് സ്വീറ്റൻ വേണമെന്നേ ഉള്ളൂ, ഇച്ചിരി ഷുഗർ പൗഡർ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അതെ മധുരം വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലെയർ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ അങ്ങനെ നോൺ ബേക്കിംഗ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക്, നോൺ കേക്കിംഗ് ബിസ്ക്കറ്റ് കേക്ക് നമ്മുടെ അങ്ങനെ റെഡിയാക്കി. നമ്മുടെ ഫൈനൽ ഇതും ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകണം. ഇതെങ്ങനെ ആയി തീരുമെന്നുള്ള കാര്യം നാളെ അവിടെ കൊണ്ട് ചെന്ന് കഴിയുമ്പോഴേ അറിയുള്ളൂ.
അപ്പോൾ ഗൈസ് നമ്മുടെ ഡെസേർട്ടിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യാതിരിക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻസ് ഇപ്പം ഞാൻ സെക്കൻഡ് ലെയർ ഞാൻ ബിസ്ക്കറ്റ് തന്നെയാണ് വെച്ചത്. സെക്കൻഡ് ലെയർ വേണമെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ, ഇപ്പം മാർബിൾ കേക്ക് ആണെങ്കിലും നോർമലായിട്ടുള്ള കേക്ക് ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് അത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അത് മീൻസ് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ബിസ്ക്കറ്റിന്റെ അതേ സൈസിൽ കട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ മീൻസ് ആ ഒരു നമ്മുടെ ട്രേയുടെ ആ വലുപ്പത്തിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ വേണമെങ്കിൽ നമുക്ക് കേക്ക് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെയർ നമുക്ക് ഒഴിവാക്കാം വേണമെങ്കിൽ. 3 ലെയർ ഒന്നും വേണ്ട, 2 ലെയർ മതി. അപ്പം ചെറുതായിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ബൾക്കായിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കാരണം പിള്ളേർ നാളെ അപ്പൂസിന്റെ സ്കൂളിൽ ക്രിസ്മസിനെ സംബന്ധിച്ച് ഇച്ചിരി ഫുഡ് ഷെയറിംഗ് ഒക്കെ ഉണ്ട്, അപ്പം സ്നാക്സ് ഷെയറിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അവന് വേണ്ടിയിട്ട്. അപ്പം നാളെ അവൻ കൊണ്ടുപോയിട്ട് പിള്ളേരൊക്കെ എന്താ പറയുക നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക. ഓക്കെ, പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഇപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് നമ്മളിടുന്ന പുതിയ ഓരോ വീഡിയോസും കിട്ടുന്നതായിരിക്കും. വെറൈറ്റി വീഡിയോസ് ഒന്നും പറയാനില്ല, നമുക്ക് എന്താ പറയുന്നത്, ഏതെങ്കിലും നല്ലൊരു വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ വീഡിയോസ് നോക്കുക, ജസ്റ്റ് ഇത് ചെയ്തു. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ സപ്പോർട്ടിനും വളരെ വളരെ താങ്ക്സ്. അപ്പം എനിവേ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു പുതിയ വീഡിയോ വരുന്ന വരെ എല്ലാവർക്കും ബൈ.